Okay, Yeah, Dr. thank Manish. Thank you, Dr. Beatrix. Okay. നമുക്ക് ഇന്നത്തെ മലയാളം സൂം സെക്ഷൻ തുടങ്ങാൻ സമയമായി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPH-ന്റെ 1245-ാം ദിവസമാണ്. ഇന്ന് നമ്മളോടൊപ്പം നമുക്ക് അറിവ് പങ്കുവയ്ക്കാനായി എത്തുന്നത് ഡോക്ടർ പത്മപ്രിയ ഫ്രം UK ആണ്. ഇന്ന് പത്മപ്രിയ ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിനായി നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. പത്മപ്രിയ ഡോക്ടർ എത്തിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. എത്തിക്കഴിഞ്ഞു. പത്മപ്രിയ ഡോക്ടറെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതല്ല, വളരെ സുപരിചിതമായ മുഖമാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ നല്ല ക്ലാസ്സുകളുമായിട്ട് ഡോക്ടർ പത്മപ്രിയ എത്താറുണ്ട്. ഇന്ന് നമുക്ക് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഡോക്ടർ പത്മപ്രിയയെ ഞാൻ വളരെ സ്നേഹപൂർവ്വവും സന്തോഷപൂർവ്വവും സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. നമസ്കാരം എല്ലാവർക്കും. Am I audible or am I visible? Yes. Okay. Okay, so to begin with, എല്ലാവർക്കും നന്ദി. IFPH, special thanks to IFPH for giving me another opportunity to share my knowledge. അപ്പം ഇന്നൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. എൻ്റെ സൂം ലാപ്ടോപ്പിൽ കണക്ട് ആയിട്ടില്ല. അപ്പം എൻ്റെ PPT ലാപ്ടോപ്പിലാണ്. സോ അൺഫോർച്ചുനേറ്റ്ലി ഐ എം നോട്ട് ഏബിൾ ടു കണക്ട് മൈ ഡോക്ടറെ മ്യൂട്ടായി പോയി. പത്മപ്രിയ ഡോക്ടറെ. ഓക്കെ. എന്റെ ശബ്ദം ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് ചെറിയ ഒരു ടെക്നിക്കൽ എറർ വന്നിട്ടുണ്ട് എന്റെ ലാപ്ടോപ്പിൽ. അത് കാരണം സൂം കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ PPTs ഷെയർ ചെയ്യാൻ പറ്റില്ല എനിക്കിന്ന്. ബട്ട് നോ പ്രോബ്ലം. ഐ തിങ്ക് സംസാരിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം സ്ലൈഡ്സ് ഒക്കെ. അൺഫോർച്ചുനേറ്റ്ലി ഐ വോണ്ട് ബി ഏബിൾ ടു ഷെയർ ഇറ്റ്. അപ്പൊ കുറച്ചു കാലം ഞാൻ IFPH അറ്റൻഡൻസ്, റെഗുലർ അറ്റൻഡൻസ് ഒന്നും ഇല്ല എന്റെ. സോ ഐ വാസ് നോട്ട് ഷുവർ വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ്. ഡിസംബറിൽ മറ്റായിരുന്നു ഞാൻ സെഷൻസ് റെഗുലർലി അറ്റൻഡ് ചെയ്ത് ബിഫോർ ക്രിസ്മസ്. അപ്പം എന്റെ ഓർമ്മയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മൈൻഡ് റുബ്രിക്സും ഡിലൂഷൻസിനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു ഇനി ഒരു നെക്സ്റ്റ് സെഷൻ ഉണ്ടെങ്കിൽ ഐ വിൽ ട്രൈ ടു ഷെയർ മൈ നോളേജ് ഓൺ ഡിലൂഷൻസ്. അപ്പം നമ്മളുടെ മൈൻഡ് ചാപ്റ്ററിൽ റുബ്രിക്സിൽ മാക്സിമം കാണുന്ന റുബ്രിക്സ് ഓഡിയോ കേക്കാവോ? ശരിക്ക് ഇപ്പൊ കേൾക്കാം. ഇടയ്ക്കൊരു ചെറിയ പ്രോബ്ലം. Am I audible? Now audible. അപ്പം ഞാൻ Yes, okay. So today I'll just share my knowledge about delusions and how delusions is very important in case taking. Because last time നമ്മൾ സംസാരിച്ചതിൽ ഞാൻ കേട്ട ഡിസ്കഷൻസിൽ എല്ലാവരും delusion പറ്റി സംസാരിക്കുന്നത് കേട്ടു. So we will talk about delusions. So the first thing we have to understand is delusionsum, hallucinationum, illusionum. ഈ മൂന്ന് വാക്കുകളും നമ്മൾ മിക്കവാറും as a student, even I was always confused and we always have this kind of confusion. ഇത് മൂന്നും എന്താണെന്ന്. അപ്പോൾ delusions എന്താന്ന് പറഞ്ഞാൽ this is known as fixed false beliefs and this cannot be corrected by logic and are not consistent with any kind of explanation. അപ്പൊ അതൊരു തോട്ട് ആണ്, ഒരു ഫിക്സ്ഡ് തോട്ട് ആണ്. അത് നമുക്ക് ആര് എന്ത് പറഞ്ഞാലും ആ ചിന്ത നമ്മളുടെ മനസ്സിൽ നിന്ന് ആർക്കും മാറ്റാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് ദ ഫിക്സ്ഡ് തോട്ട്. Hello. So delusion is nothing but a kind of a fixed. നമ്മൾ സ്ഥിരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് delusion എന്ന് പറയുന്നത്. So it is related to thoughts, your thinking process.
Hallucinations എന്ന് പറഞ്ഞാൽ അതൊരു false perception ആണ്, but there is no real stimuli. Like for example, ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം, പിള്ളേർ പറയാം, അമ്മ ആ ചുമരിൽ എന്തോ ഒരു ചാതി സ്പൈഡേഴ്സ് ആണ് തോന്നുന്നു, എന്തോ അവിടെ വട്ടത്തിരിയുന്നു എന്ന് പറയാം. അപ്പൊ അമ്മ പറയും അല്ല അല്ല അവിടെ ഒന്നുമില്ല. സോ ദർ ഇസ് നോ എക്സ്റ്റേണൽ സ്റ്റിമുലൈ, ബട്ട് യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് സംതിങ് ദർ. പാമ്പ് ഇല്ലാത്ത സ്ഥലത്ത് പറയാം അയ്യോ അവിടെ പാമ്പുണ്ട്. അമ്മ പറയും ഇല്ല മോനെ അവിടെ പാമ്പൊന്നുമില്ല, അപ്പൊ നീ പോയി കടന്നുറങ്ങ്. അല്ല അവിടെ പാമ്പുണ്ട്. So this is hallucination. So there is no external stimuli, but you have a false perception. ഓക്കെ. ഇപ്പൊ ചില സമയത്ത് വീട്ടിൽ കയറി വന്നിട്ട് ഹായ് അമ്മ എന്ത് നല്ല ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അമ്മ പറയും നീ പോടാ, പരിപ്പും കറി മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ, ഇവിടെ വേറെ ഒന്നുമില്ല, പരിപ്പ് കറിയാണ് നീ ചിക്കൻ എന്ന് പറയുന്നത്. സോ ദർ ഇസ് നോ സ്റ്റിമുലൈ, but the perception is, the wrong perception is you have amma has made chicken biryani. So this is hallucination. പിന്നെ നെക്സ്റ്റ് ഉള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇല്യൂഷൻ. അപ്പൊ ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ there is a stimuli but you are perceiving it wrongly. അപ്പൊ അമ്മേ അതാ അവിടെ പാമ്പ് കിടക്കണു. അപ്പൊ അമ്മ പറയണ അല്ല മോനെ അത് അച്ഛൻ വഞ്ചി കയറ് ചുരുട്ടി വെച്ചിരിക്കുന്നു. അല്ല അത് കയറൊന്നും അല്ല, അത് പാമ്പാണ്. So there is something, there is a stimuli, but you are perceiving it wrong. So this is known as illusion. Appo illusion is misperception of a real external stimulus. Appo adu sensory stimulus aayirikkum. Sensory ennu parna കണ്ണുകൊണ്ടും നമുക്ക് മിസ്പെർസെപ്ഷൻ ചെയ്യാൻ പറ്റും. ഇല്ലാത്ത ഒരു സ്മെല്ല്, ഇവിടെ നല്ലൊരു ചന്ദനത്തിരിന്റെ സ്മെല്ല് വരുന്നുവല്ലോ, അപ്പൊ പറഞ്ഞ ചന്ദനത്തിരി ഉണ്ട്, പക്ഷെ നീ പറയുന്ന അത്ര നല്ല സ്മെല്ലൊന്നുമില്ല. സോ ദർ ഇസ് എ ഫ്രം യുവർ നോസ്, ഫ്രം യുവർ ഐസ്, ഓർ ഫ്രം യുവർ സെൻസസ്, or from your auditory perception, you can have any kind of sensory stimulus. So this is illusion. Hallucination is stimulus illa, പക്ഷെ അത് sensory ആണ്, sensory perception ആണ്. So that is hallucination. So delusion is nothing but it's all about thoughts. How I think, how I keep on thinking on a particular subject. അപ്പൊ delusionന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മള് പൊതുവെ പറയുന്നത് മോളെ നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, അങ്ങനെയൊന്നും ഇല്ല, ഇതായിരിക്കും explanation. Scientifically also, if you try to explain, the person is not ready to accept. If with all the academic knowledge, if you try to justify that your thinking is wrong, the person is not ready to accept. So what is delusion? Delusion is fixed false beliefs, and this cannot be corrected by any kind of logical explanation or any kind of scientific explanation. So as homeopaths, we have to when we check our repertories, we have more of delusions in our chapters. So let us understand more about delusion. Appo the delusion nammala edu reethil case taking everyday basis il patients varumbo namukku delusion engane use cheyan pattunna, I will just share that knowledge. Karanam delusions nu parayunnathu ipo njan parayna ende kude padicha kore friends um colleagues um thanne delusion chapter തൊടാറില്ല. കാരണം അവരുടെ വിചാരം delusion is a disorder, and ഒരു സൈക്കാട്രിക് ആയിട്ടുള്ള പേഷ്യന്റ് വരണമെന്നുണ്ടെങ്കിൽ മാത്രം delusion ചാപ്റ്റർ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു തോട്ട്സ് ഉണ്ട് ചില ഹോമിയോപാത്സിൽ. സോ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. എനി പേഴ്സൺ, എനി പേഷ്യന്റ് കമ്മിങ് ടു us can carry a delusion. That is very important for us to understand. So if you understand that, then we will be able to see what is the delusion in this person. അപ്പോ സൈക്കാട്രിക് കേസസ് അല്ലാത്ത നോൺ സൈക്കാട്രിക് കേസസിൽ നമുക്ക് ഡിലൂഷൻ തെരഞ്ഞെടുക്കാൻ പറ്റും. സോ വി വിൽ അണ്ടർസ്റ്റാൻഡ് വൈ ഡിലൂഷൻ ഈസ് ഇമ്പോർട്ടന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ delusion is more about a belief which is a false belief, and that is a person's content of thought. It holds firmly to the belief regardless of evidence of contrary. അപ്പോൾ പറഞ്ഞ പോലെ delusions is nothing but they say they take root in minds confronted by unusual and traumatic experience. അപ്പോൾ ഒരു delusion എന്ന് പറയുന്നത് ഒരു false thought ആണ്. false thought ചുമ്മാ ഒന്നും നമ്മളുടെ മനസ്സിൽ കയറി പിടിക്കില്ല. So if you have a wrong thought which is not been cleared with scientific explanation or logical explanation, that means you have a delusion. And why do you have a delusion? It comes because of unusual experiences or traumatic experience. നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും കണ്ടിട്ടും കേട്ടിട്ടുമാണ് വളർന്നുകൊണ്ടിരിക്കുന്നതും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെയൊക്കെ എക്സ്പീരിയൻസിന്റെ ബേസിലാണ് നമ്മളുടെ മൈൻഡിൽ ഒരു തോട്ട് ഫിക്സ് ആയി പോണത്. That is why that becomes a delusion.
Okay. This is I have taken this from some author. The thoughts are embedded memories. So a thought is made of memories, and there are lots of memories. ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ മനസ്സിൽ ഒരു തോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെമ്മറീസ് കാരണമാണ്. നമ്മൾ അനുഭവിക്കുന്ന പല ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഗ്യാദർ ചെയ്യുന്ന ഓരോന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളുടെ മൈൻഡിൽ ഒരു തോട്ട് ഡെവലപ്പ് ആവുന്നത്. ആ തോട്ട് നമ്മൾ എങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാലാണ് അത് ഒരു പെർമനന്റ് തോട്ടായിട്ട് മാറുന്നതും ഡിലൂഷൻ ആയിട്ട് മാറുന്നതും. So why as homeopaths we should know this? Because homeopathy നമ്മളുടെ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ you treat the man who is having the disease. So man is nothing but the mind. ഇപ്പൊ നമ്മൾ റെപ്പർട്ടറൈസ് ചെയ്യാൻ പോയാലും നമ്മൾ കാണുന്നത് ഫിസിക്കൽ സിംറ്റംസ് എന്തായാലും എടുക്കും, പക്ഷെ നമുക്ക് മെയിൻ ആയിട്ട് മൈൻഡ് സിംറ്റംസ് വേണം. അപ്പൊ മൈൻഡ് സിംറ്റംസ് മെയിൻ ആയിട്ട് കാണുന്നത് am I audible? Hello? Hello, doctor, you are audible. Okay, because there is little network error, so I'm trying to check if I am there or not. Okay, in homeopathy, what happens is you have to understand the man who is sick, and to understand the man who is sick, you need both the mind and the body. So once you have done with the body, you have to understand what is in the mind. Mind in the പറയുന്നത് നമ്മളുടെ mind is made of subconscious mind and the conscious mind. അപ്പോൾ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയും. ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് സിഗ്നൽ ബ്രേക്ക് ആക്സിലറേറ്റർ എല്ലാം ആലോചിച്ചിട്ടും സൂക്ഷിച്ചിട്ടും കോൺഷ്യസ്ലി യു ആർ ഡ്രൈവിംഗ്. ബട്ട് ആഫ്റ്റർ യു ലേൺ ഡ്രൈവിംഗ് you start consciously driving for 6 months or 10 months, and then all this becomes your subconscious memory. നമ്മൾ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന അത് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ്കോൺഷ്യസ് മൈൻഡിലോട്ടേക്ക് ട്രാൻസ്ഫർ ആവും. So that is why the subconscious mind is known as the storehouse of data. So whatever you are experiencing, whatever you are living in this present world, all those memories and experiences over a period of time becomes the data of the subconscious mind. അപ്പൊ സബ്കോൺഷ്യസ് മൈൻഡ് എന്താന്ന് വെച്ചാൽ വാട്ട് എവർ യു ആർ ഡൂയിങ് റിപ്പീറ്റഡ്ലി. ഇപ്പൊ കുട്ടികളൊക്കെ ജനിച്ച് വളരുമ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമല്ലോ, എണിച്ച ഉടനെ പല്ല് തേക്കണം, കുളിക്കണം, തല തോർത്തണം, പിന്നെ പൗഡർ ഇടണം, തുണി ഇടണം. അപ്പൊ ഇത് കുട്ടികളെ നമ്മൾ പഠിപ്പിച്ച് ശീലിപ്പിച്ച കാരണം കുട്ടികൾക്ക് അറിയാം. ഇപ്പൊ ഒരു 10-12 വയസ്സായ കുട്ടികളെ നമുക്ക് ആ ഒരു മെത്തേഡ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആവശ്യമില്ല. അവർ എണിച്ച ഉടനെ ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യും. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് യു ഡു ദ സെയിം തിങ് again and again and again, then it becomes a conscious act, will eventually become a habit, and that will be lodged in the subconscious mind. So why I'm explaining this is, nammal parayna delusion is a fixed thought inside the subconscious mind, and that is what we have to understand. Or patient nammude mumbi irikkumbo avarinte subconscious mind illa thought endanu manasilakiya, then you are definitely hitting the simillimum. But to understand that, you have to, as a homeopath, we have to understand that subconscious mind is important, and the thoughts in that mind is very, very important. അപ്പൊ സാധാരണ പേഷ്യന്റ് നമ്മളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ വന്നെത്തിയ ഉടനെ നമ്മളുടെ അടുത്ത് തോട്ട്സിനെ പറ്റിയിട്ടും ഞാൻ ഇതാ ചിന്തിക്കണം അതാ ചിന്തി ഇതൊന്നാണ് പറയില്ല അവര്. ഇറ്റ് ഈസ് വി ഹോമിയോപാത്സ് ഹു ഹാവ് ടു ഇന്റർപ്രറ്റ്, അനലൈസ് ആൻഡ് ഇവാലുവേറ്റ്. പറയുന്നത് എന്താണ്, അത് ഏത് രീതിയിൽ ഞാൻ അതിനെ റെപ്പർട്ടറൈസ് ചെയ്തെടുക്കണം എന്ന്. ബിക്കോസ് ഞാനിപ്പോ പല പ്രാവശ്യം IFPH സംസാരിച്ച എല്ലാ കേസസിലും സെഷൻസിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് ബിഹേവിയർ, ഹൗ ദ പേഷ്യന്റ് ഇസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു, വാട്ട് ദ പേഷ്യന്റ് ഇസ് ഡൂയിങ്. അപ്പൊ ഒരു ബിഹേവിയർ വെച്ചിട്ട് നമ്മൾ എങ്ങനെ സിമിലിമമിൽ എത്താൻ പറ്റും എന്നാണ് ഞാൻ ഇത്രയും കാലം പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ഹൗ ദ പേഷ്യന്റ് ഈസ് ബിഹേവിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ബട്ട് നൗ വാട്ട് ഐ എം സേയിങ് ഈസ് what the patient is telling in front of you. What എന്ന് പറഞ്ഞാൽ what is the patient talking? Because the thoughts will not be visible to our eyes. The thoughts of the patient will come out by his words that he will use while you are doing the case taking. But what the patient is saying is very, very important. Why the patient is saying, what the patient is saying, how the patient is saying. These three കാര്യമാണ് നമുക്ക് case taking important. അപ്പോൾ what the patient is saying is nothing but his thoughts. ഓക്കെ, അപ്പൊ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മൾ ക്യാപ്ചർ ചെയ്ത് അതിന്റെ തോട്ട്സ് മനസ്സിലാക്കി എടുത്താൽ യു ഗെറ്റ് ദ PQRS സിംറ്റംസ്. ഓക്കെ, സോ ഇതിപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ വിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ വിത്ത് ദ കേസസ് സോ ദാറ്റ് എവറിത്തിങ് ബിക്കംസ് മോർ ക്ലിയർ. അപ്പൊ ഡിലൂഷൻ ആസ് എ സ്റ്റുഡന്റ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഹോമിയോപ്പതി പഠിച്ച അച്ഛന്റെ കൂടെ ഇരുന്നിട്ടാണ് പഠിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു ചെറിയ പ്രായത്തിൽ ഇതിനെപ്പറ്റി അത്രയും ഡീറ്റെയിൽ അറിയാത്ത സമയത്ത് ദർ ഇസ് ലോട്ട്സ് ഓഫ് കൺഫ്യൂഷൻ, വാട്ട് ഇസ് ഡിലൂഷൻ, ഹാലൂസേഷൻ. അപ്പോ ഞാൻ ആദ്യമായിട്ട് പഠിച്ച ഒരു കേസ്, ഡിലൂഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ച ഒരു കേസ് ഇപ്പൊ ഞാൻ പറയാം. സോ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഈസ്, ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു.
And this lady was very hardworking lady. 2 പെൺകുട്ടികളും ഹസ്ബൻഡ് വൈഫും നാട്ടിൽ നിന്ന് നമ്മളുടെ കേരളയിൽ നിന്ന് വന്ന സ്ത്രീയാണ്. റെയിൽവേയിൽ ഒരു ക്ലർക്കായിരുന്നു. അപ്പോൾ അവര് ഫുൾ ഡേ അധ്വാനമാണ്. രാവിലെ വീട്ടുപണികളൊക്കെ ചെയ്യുക, കുട്ടികൾക്ക് വേണ്ട ഫുൾ ഡേയിൽ ആഹാരമൊക്കെ വെക്കുക, അടുക്കള സാധനങ്ങളൊക്കെ മേടിക്കുക വെക്കുക, പിന്നെ ഇതുപോലെ ജോലിക്ക് പോവുക, തിരിച്ചു വരിക, പിന്നെയും വന്നിട്ട് അടുക്കള പണികളൊക്കെ ചെയ്യുക. വെരി 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 ഡ്യൂട്ടി കോൺഷ്യസ്, വെരി 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 ഹാർഡ് വർക്കിംഗ് ലേഡി. അത് മാത്രമല്ല, നാട്ടിൽ നിന്ന് ജോലിക്ക് വരുമ്പോ മലയാളം മാത്രമേ അറിയുള്ളൂ, ഹിന്ദി ഒന്നും അറിയില്ല. ദിസ് ഇസ് എൻ ഓൾഡ് സ്റ്റോറി ഓഫ് 1995 ഓർ സംതിങ്. അപ്പൊ ഹിന്ദി ഒന്നും അവർക്ക് അത്ര അറിയില്ല. അപ്പൊ ഫോർ ഹെർ ലേണിംഗ് ഹിന്ദി വാസ് എ ഗ്രേറ്റ് ടാസ്ക്. അപ്പൊ നന്നായിരുന്നു പഠിക്കണം, ഹിന്ദി പഠിക്കണം. മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, റെയിൽവേ ക്ലറിക്കൽ ജോബാണ്, പക്ഷെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നല്ലപോലെ ഞാൻ ചെയ്യണം. ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ ആ സ്ത്രീക്ക്. വീട്ടില് മക്കളുടെയും ഭർത്താവിന്റെ കാര്യം നോക്കുക, വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക, പിന്നെ ബാക്കിയുള്ള സമയം ജോലി, പഠിക്കുക, ഭാഷ പഠിക്കണം, ക്ലറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. സോ വാട്ട് ഹാപ്പൻ, ഒരിക്കൽ ഇതുപോലെ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഒരു 20 വയസ്സായിട്ടുള്ള പെൺകുട്ടിയും 13 വയസ്സായിട്ടുള്ള പെൺകുട്ടിയും, 2 കുട്ടികൾ, നല്ല ഒരു ഹാപ്പി ഫാമിലി ആയിരുന്നു. ആ കുട്ടികൾ നല്ല സ്വഭാവമുള്ള കുട്ടികൾ. അപ്പൊ ഒരിക്കൽ എന്ത് പറ്റി, തിരിച്ച് രാത്രി വന്നപ്പോ കഥ തുറന്നപ്പോ ഈ മോള് സീലിംഗ് ഫാനിൽ തൂങ്ങി മരിച്ചു. ഷീ ഈസ് ഹാങ്ങിങ് ഓൺ ദ സീലിംഗ് ഫാൻ. അപ്പോ ആസ് യൂഷ്വൽ പോലീസ് കേസ് ഒക്കെ ആയി എല്ലാം, ഷീ വെന്റ് ഇൻ ടു ദ ഗ്രീഫ്, ഡിപ്രഷൻ ആൻഡ് ഓൾ. അപ്പോ നമ്മളുടെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഓൾമോസ്റ്റ് സിൻസ് 3 months ഓഫ് ദിസ് എപ്പിസോഡ് ആ സ്ത്രീ വരുന്നത് തലവേദനയും ഇത് എന്താ പറയുക, വയറ്റിന് ഏത് നേരം വയറുവേദന തലവേദന. So she started coming after 3 months, saying that since 3 months മോള് പോയ ഉടനെ തുടങ്ങിയ പരിപാടിയാണ്. അപ്പൊ നമ്മളുടെ ഏരിയ താമസിക്കുന്ന കാരണം, അതേ ബിൽഡിങ്ങിൽ താമസിക്കുന്ന നമുക്കറിയാം, ആ കുട്ടി എന്താ പറയാ 28 പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ അറിഞ്ഞത് ഒരു UP കാരൻ ചെറുക്കന്റെ കൂടെ എന്തോ ഒരു അഫയർ ഉണ്ടായിരുന്നെന്നും ആ ചെറുക്കൻ എന്തോ ചെയ്തു, ആ കുട്ടിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് മരിച്ചു. സോ ദിസ് ഇസ് നോൺ ടു എവ്രി വൺ. ബട്ട് ദിസ് ലേഡി തലവേദനയെന്ന് പറഞ്ഞ് വന്നപ്പോ പറയുന്നത്, അയ്യോ ഡോക്ടറെ, ഞാൻ എന്റെ മോളെ ശ്രദ്ധിച്ചില്ല ശരിക്കും, എന്റെ മോളുടെ കൂടെ ഞാൻ ജോലിക്ക് പോവും വരും, പിന്നെ അടുക്കള പണിയും ചെയ്യും, അവളുടെ പഠിത്തം പഠിച്ചുകൊണ്ടിരിക്കും, പിന്നെ ഞാൻ അടുക്കള പണി കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാനുള്ള പഠിക്കും, പിന്നെ കടന്നുറങ്ങി, ഞാൻ മോളെ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ മാത്രമല്ല, വലിയ കുട്ടിയായില്ലേ, 20 വയസ്സായി, ചെറുപ്പകാലത്ത് നോക്കണ പോലെ ഒന്നും നമുക്ക് ഈ കുട്ടീനെ ഇപ്പൊ നോക്കണ ആവശ്യമില്ലല്ലോ, ഞാൻ അവളെ ശ്രദ്ധിച്ചില്ല, അവൾക്ക് വേണ്ട ഒന്നും ചെയ്തില്ല, എന്റെ തെറ്റായിരുന്നു. അവൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഒരു വിഷമമൊക്കെ ഒരു മടിയൊക്കെ ആയിട്ട് ഇരിക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച വല്ല പരീക്ഷയുടെ ടെൻഷൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നു. അപ്പോ 3 മാസം കഴിഞ്ഞു. അച്ഛൻ പേഷ്യന്റെ അടുത്ത് ചോദിക്കുന്നത് തലവേദനയെ പറ്റിയിട്ടും ഫിസിക്കൽസിനെ പറ്റിയിട്ടും ഒന്നും കൂടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സ്ത്രീ ഫിസിക്കൽസ് കുറച്ച് 1 line or 2 line ഷീ വിൽ ടോക്ക്. മൈഗ്രെയിൻ ഹെഡേക്ക് ആണ്, രാവിലെ ഉണ്ടാവും, രാത്രി ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കുടിച്ചാൽ കുറയും. സോ ഷീ ഈസ് ജസ്റ്റ് ഗിവിംഗ് 1 or 2 lines about it. ബട്ട് ദെൻ ഷീ സേയിങ്, അയ്യോ ഡോക്ടറെ, ഞാൻ എന്റെ കുട്ടിയെ ശ്രദ്ധിച്ചില്ലല്ലോ, ഞാനൊരു വലിയൊരു തെറ്റാ ചെയ്തത്, എന്റെ മോളുടെ കൂടെ ഒന്ന് ഇരിക്കുക, അവൾക്ക് ഒന്ന് ഓഫീസ് പോയ ശേഷം അവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക, അവളുടെ ലൈഫിൽ എന്താ നടക്കുന്നത്, ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ ഡോക്ടർ. ഞാൻ ഈ രാജ്യത്ത് വന്നിട്ട്, മുംബൈ, ഷീസ് ടോക്കിംഗ്, കേരളയിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഈ രാജ്യത്ത് വന്നിട്ട് ഇവിടെ എങ്ങനെയൊക്കെ ജീവിച്ച് പറ്റിപ്പിടിക്കണല്ലോ എന്നുള്ള ഒരു തിരക്കില് എന്റെ കുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഞാൻ വേറെ ഒരു കാര്യം, വീട്ടിന്റെ ജോലിയും ഓഫീസ് കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ, എന്റെ മോള് എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല, ഞാൻ ചെയ്തില്ല, എന്റെ കുറ്റമാണ്, എന്റെ കാരണം മോള്. അപ്പൊ അച്ഛൻ പറയണു, അല്ല, മോള് പോയത് ആ ഒരു ചെറുക്കന്റെ കാരണം, ആ ഒരു ഇഷ്യൂ കാരണമാണ് പോയത്. അത് നിങ്ങൾക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഇൻവെസ്റ്റിഗേഷൻസിൽ ക്ലിയർ ആയി. ആ പറയുന്ന ചെറുക്കനെ നേരിട്ട് പോയിട്ട് ഈ പാരന്റ്സ് കാണലും സംസാരിക്കും, വാട്ട് എവർ ലീഗൽ ഫോർമാലിറ്റീസ് ദാറ്റ് വാസ് ഡൺ. സോ നമ്മൾ അത് അനുഭവിച്ച് കഴിഞ്ഞതാണല്ലോ, നമ്മൾ എല്ലാവരും അത് കണ്ടതല്ല. ആ ചെറുക്കനെ കണ്ടു, ആ ചെറുക്കന്റെ വീട്ടുകാരെ കണ്ടു. അപ്പൊ ആ സ്റ്റോറി ഒക്കെ നമുക്ക് അറിയാം. നിങ്ങൾ എന്തിനാ വേണ്ടാത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക? അല്ല ഡോക്ടറെ, ആ ചെറുക്കന്റെ കാര്യമൊന്നുമല്ല, എന്റെ കാരണമാണ്, എന്റെ മോളെ ഞാൻ നോക്കിയില്ല, ഞാനൊരു വലിയ പാവകർമ്മോ ചെയ്തത്, മോള് പോയത് എന്റെ കാരണം. സോ ദിസ് ഈസ് ദ കേസ്. ആൻഡ് അച്ഛൻ മൈഗ്രെയിൻ ഹെഡേക്കിനാ വന്നത്, അച്ഛൻ സൈക്ലമെൻ കൊടുത്തു. അപ്പോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഞാൻ അച്ഛൻ്റെ നിന്ന് പഠിച്ചെടുത്തത് ഡില്യൂഷൻ എന്താണെന്നും സൈക്ലമെൻ, ഓഫ്കോഴ്സ് അന്നാണ് അച്ഛൻ സൈക്ലമെൻ പഠിപ്പിച്ചു തന്നത് എനിക്ക്. അപ്പോ ഈ സ്റ്റോറിയിൽ എന്താന്ന് വെച്ചാൽ, ഈ പേഷ്യന്റിന്റെ അസുഖം പെത്തോളജി ഈസ് എ പെത്തോളജിക്കൽ സ്റ്റേറ്റ്, നമ്മൾ എന്നും പറയുന്നത് അതല്ലേ, ഡീവിയേറ്റഡ് സ്റ്റേറ്റ് ഓഫ് വൈറ്റൽ ഫോഴ്സ്. സോ ഡീവിയേറ്റഡ് സ്റ്റേറ്റ് ഓഫ് വൈറ്റൽ ഫോഴ്സിൽ നമ്മൾ ഫിസിക്കൽസ് എടുക്കാറുണ്ട്. പക്ഷെ വെൻ വിൽ ദ മാൻ ബിക്കം സിക്ക്, ആ ഇന്നർ സ്റ്റേറ്റ് ഓഫ് വൈറ്റൽ ഫോഴ്സ് ഡീവിയേറ്റ് ആയിട്ട്. അപ്പൊ ഡീവിയേഷൻ പറഞ്ഞ എന്താണ്,
ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ തോട്ട്, ഈ ഒരു വിചാരം, ഞാൻ ചെയ്തത് തെറ്റാണ്, എന്റെ കാരണമാണ് എന്റെ മോള് മരിച്ചത്, ഞാനാ കുറ്റക്കാരി, ഞാൻ ഇത്രയും വല്ല പാവകർമ്മം ചെയ്തു, ഞാൻ എന്റെ ഡ്യൂട്ടീസ് ഒന്നും ശരിക്കും നോക്കില്ല. സിൻസ് പാസ്റ്റ് 3 months ഷീ ഈസ് തിങ്കിങ് ഓൺ ദിസ്. This thinking is the thought process in her mind. ഹസ്ബൻഡ്, സെക്കൻഡ് ഡോട്ടർ, ഫാമിലീസ്, ഫ്രണ്ട്സ് എല്ലാരും പറയുന്നുണ്ട് എന്റെ കാരണമല്ല, നീ അല്ല. പക്ഷെ ഈ സ്ത്രീക്ക് ആ ഒരു കുറ്റബോധം, എന്റെ കാരണമാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ നോക്കിയില്ല, ഞാൻ അവളുടെ കൂടെ ഇരുന്നില്ല. സോ വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് ദ തോട്ട് പ്രോസസ് ദാറ്റ് ഷീ വാസ് ഹാവിങ് സിൻസ് ദ ഡേ ഷീ ലോസ്റ്റ് ദ ചൈൽഡ്. And for past 3 months ഇത് ചിന്തിച്ച് now this thought has become conscious mind എന്ന് സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ട്രാൻസ്ഫർ ആയി. സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ട്രാൻസ്ഫർ ആവുമ്പോഴാണ് അത് ഒരു deviated energy ആവുന്നത്. അതുവരെ she is in a better state, but when this becomes lodged in the subconscious mind, then this thought is no more a thought, this is a delusion. അപ്പൊ നമ്മൾ അന്ന് അച്ഛൻ എനിക്ക് പറഞ്ഞത് ആ ഡില്യൂഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പെത്തോളജിക്കൽ റുബ്രിക് എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്ത് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഡില്യൂഷൻ എടുക്കണം. ഡില്യൂഷൻ ഈസ് നത്തിങ് ബട്ട് എ പെത്തോളജിക്കൽ തോട്ട് ദാറ്റ് യു ആർ ക്യാരിങ്. വൈ പെത്തോളജിക്കൽ? ബിക്കോസ് ദർ ഇസ് നോ സയന്റിഫിക് റീസണിങ് ബിഹൈൻഡ് ഇറ്റ്, ദർ ഇസ് നോ ലോജിക്കൽ റീസണിങ്. മാത്രമല്ല നമ്മൾ ഇത്ര പറഞ്ഞാലും അവർ ആ തോട്ടിനെ എടുത്ത് മാറ്റി വെക്കില്ല. ഓ ശരി, എന്റെ ഭർത്താവ് പറഞ്ഞു എന്റെ കാരണമല്ല, എന്നാ ശരി, ഓക്കെ ഫൈൻ. നോ, ഷീ cannot do that. So the rubric is delusion criminal he is, delusion wrong he has done wrong, delusion neglected the duty has, delusion crime committed a crime has. അപ്പൊ ഈ 4-5 ഡില്യൂഷൻസ് എടുത്ത ആകെ വരുന്ന ഒരു മരുന്ന് സൈക്ലമിൻ. വി ഹാവ് ഓറമെറ്റ് ഉണ്ടാവും, ഇഗ്നേഷ്യ ഉണ്ടാവും. പക്ഷെ ഇഗ്നേഷ്യ ഒന്നും കൂടി മോറൽസും ഈൽഡിങ് ഡിസ്പോസിഷനും ഒക്കെ ഉണ്ടാവും. ഓറമെറ്റ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ സ്ത്രീ ഓറമെറ്റ് എന്ന് വെച്ചാൽ സുസൈഡ് ചെയ്യാൻ റെഡി ആയിരിക്കും. അത്രയ്ക്ക് ഈ ഓറമെറ്റിന് ആൻസൈറ്റി കോൺഷ്യസ് ഉണ്ടാവും. So this lady is not gone into suicidal tendency and all. This lady is suffering with this guilt only. അപ്പൊ സൈക്ലമിൻ നമ്മൾ നോക്കിയാൽ മിക്കവാറും എല്ലാം റെമഡീസും അല്ല, എല്ലാം ഓതേഴ്സ്, ഗ്രേറ്റ് ഓതേഴ്സ് ഇൻ ദ ഗ്രേറ്റ് ടെക്സ്റ്റ് ബുക്ക് ഹാസ് റിട്ടേൺ ദാറ്റ് സൈക്ലമിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വാക്ക് അവർ പറഞ്ഞിരിക്കുന്ന ടെറർ ഓഫ് കൺസൈൻസ്. ടെറർ ഓഫ് കൺസൈൻസ് എന്ന് പറഞ്ഞാൽ അവനോന്റെ ഉൾമനസ്സ്, നമ്മളുടെ ഉൾമനസ്സ് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുക. അപ്പൊ ഒരു എൻസൈറ്റി കോൺഷ്യസ് ഉള്ള പേഷ്യന്റ് ആണ്, പക്ഷെ ഒരു തെറ്റ് പറ്റിയ അയ്യോ അത് എന്റെ കാരണമാണല്ലോ. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ. മാത്രമല്ല പിന്നെ ഓഫ്കോഴ്സ് യു കനോട്ട് പ്രിസ്ക്രൈബ് ജസ്റ്റ് ഓൺ ദിസ് ബേസിസ്. ഒരു പേഴ്സണാലിറ്റി സ്റ്റഡി ഞാൻ പറഞ്ഞില്ല, ഇഗ്നേഷ്യ, സൈക്ലമിൻ അല്ല, ഓറം, വാട്രം, ഇതൊക്കെ ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന പേഷ്യൻസ് ആണ്. അത് നമ്മൾ അതനുസരിച്ച് യു ഷുഡ് ഓൾസോ ഹാവ് സബോർഡിനേറ്റ് റുബ്രിക്സ് ടു സപ്പോർട്ട് യുവർ കേസ്. സോ സൈക്ലമിൻ ഇസ് ദിസ് പേഴ്സണാലിറ്റി. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, ഭയങ്കര അംബീഷ്യസ് ആണ്, ഡ്യൂട്ടി കോൺഷ്യസ് ആണ്. Too much of effort is taken in every small thing that the patient cyclamen will do. അത്രയും ആത്മാർത്ഥയോടെ അധ്വാനിക്കുന്ന ഒരു പേഷ്യന്റ് ഒരു ചെറിയ ഒരു തെറ്റ് പറ്റിയ തെറ്റ് അവര് ചെയ്യുന്ന തെറ്റല്ല, അവര് ചെയ്യുന്ന ജോലിക്കോ അല്ലെങ്കിൽ അവർക്ക് they are more dutiful towards their work, towards their family. അപ്പൊ ഫാമിലി മെമ്പേഴ്സിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുക അല്ലെങ്കിൽ പിന്നെ ചെയ്ത ജോലിയിൽ എവിടെയെങ്കിലും ആരെങ്കിലും തെറ്റ് പറ്റിയ അവർക്ക് കുറ്റബോധം തോന്നും. So the logical explanation is you have not done any mistake. You don't have to hold yourself responsible. പക്ഷെ ഇത് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോ എന്റെ മോളുടെ മാർക്സ് കുറഞ്ഞത് എന്റെ കാരണമാണ് ഡോക്ടർ, എന്റെ മോന് ചുമ മാറാത്തത് എന്റെ കാരണമാണ്, ഞാൻ സമയത്തിന് മരുന്ന് കൊടുക്കാത്ത കാരണം. സോ you are holding yourself responsible for something for which you should not be responsible. So this is the wrong thought that you have kept in your mind for a very long period of time. That becomes your subconscious delusion. അപ്പോ ഈ ഒരു പേഴ്സണാലിറ്റിയാണ് സൈക്ലമിൻ. ഭയങ്കര ഹാർഡ് വർക്കിംഗ്, ഭയങ്കര ഡിവോട്ടഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് ടുവേർഡ്സ് എ ഫാമിലി ആൻഡ് ഇൻ എ വെരി ഗുഡ് സ്റ്റേറ്റ്. ഭയങ്കര ലൈവ്ലി ആൻഡ് ചിയർഫുൾ പേഴ്സണാലിറ്റീസ് ആണ്. വായടിച്ചുകൊണ്ടിരിക്കുക, ചിരിക്കുക, സംസാരിക്കുക, ഭയങ്കര ചിയർഫുൾ പേഴ്സണാലിറ്റീസ് ആണ്. പക്ഷെ ഇത് സംഭവിച്ച ശേഷം ഈ ഒരു ഡില്യൂഷണൽ തോട്ട് അവരുടെ മൈൻഡിൽ ഉള്ള കാരണം ദേ വിൽ നോട്ട് ടോക്ക് അറ്റ് ഓൾ. എവേർജൻ ടു ടോക്കിലായി പോകും. കാര്യം തന്നെ ഒരു മുക്കിലിരുന്ന് കാര്യം ബ്രൂഡിങ് ഓവർ ഗ്രീഫിലായി പോകും അവര്. അപ്പൊ ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് വന്ന കാരണം ഇതിപ്പോ ഈ സ്റ്റോറിയില് ഞാൻ പറഞ്ഞ പോലെ ഒരു കുട്ടി മരിച്ചു, ദാറ്റ് ഈസ് നോട്ട് ദ റീസൺ. ബട്ട് സൈക്ലമിൻ അച്ഛൻ വേറെയും പേഷ്യൻസിന് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്ത്രീയെ ഡിഫറെന്റ് കാസ്റ്റില്, രാജസ്ഥാനി മലയാളി ആയിരുന്നു, രാജസ്ഥാനി കല്യാണം കഴിച്ചിട്ട് വന്നു. അപ്പൊ അത് പാരന്റ്സിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതോട് പാരന്റ്സ് ബന്ധം മുറിച്ചു. പിന്നെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു മോളെ ഇല്ല, ഞങ്ങളുടെ ഇഷ്ടമില്ലാണ്ട് നീ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്
This happened. But ഈ സ്ത്രീ ഹാപ്പി ആയിട്ട് ഈ രാജസ്ഥാനി ഹസ്ബൻഡിന്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ത്രീ 3-4 വർഷം കഴിഞ്ഞിട്ട് പ്രസവിച്ചിട്ട് കുഞ്ഞ് ആയപ്പോ കുഞ്ഞിന് കൈ കിട്ടിയ മോൾക്ക് ആ സ്ത്രീക്ക് കുറ്റബോധം. 3 വർഷമായിട്ട് ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല, എൻ്റെ അമ്മ എന്നെ എത്രമാത്രം സ്നേഹിച്ചു, ഞാൻ എൻ്റെ അമ്മയോട് ചെയ്ത പാവകർമ്മമാണ്, ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയുടെയും കുടുംബം വിട്ടിട്ട് ഇവന്റെ പിന്നാലെ ഇന്ന കല്യാണം പറഞ്ഞിട്ട് നിന്നു, അത് പോട്ടെ ചെയ്തു, അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് 3 years ഞാൻ തിരിച്ചു പോകേണ്ടിയിരുന്നു അവിടെ, അതും ചെയ്തില്ല. ആ ഒരു തോട്ട് പ്രോസസ്സ് കാരണം ഈ സ്ത്രീക്ക് പാലുണ്ടായിരുന്നില്ല, ജനിച്ച കുട്ടിക്ക് കൊടുക്കാൻ പാലില്ല. ഞാൻ പറഞ്ഞില്ല, അപ്പൊ ഇതും ഒരു 1995 കഥയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഫോർമുല മിൽക്കൊന്നും അത്ര വന്നിട്ടില്ല. അപ്പൊ പേഷ്യൻസ് പെട്ടെന്ന് ഹോമിയോപ്പതി ഡോക്ടേഴ്സിന്റെ അടുത്ത് വരും. അപ്പൊ അച്ഛൻ ആ സ്ത്രീക്ക് സൈക്ലമെൻ കൊടുത്തു. ബിക്കോസ് ഷീ വാസ് തിങ്കിങ് ദാറ്റ് ഷീ വാസ് നോട്ട് ഹാപ്പി ദാറ്റ് എനിക്കൊരു ആൺകുട്ടി, നല്ല ഒരു ഹെൽത്തി ആൺകുട്ടിയാണ്, എൻ്റെ ഹസ്ബൻഡ് നല്ല ഒരാളാണ്, നല്ല ഒരു ഫാമിലിയിലാണ്, ആ ഒരു ചിന്തയൊക്കെ മറന്നിട്ട് പ്രസവിച്ച ഉടനെ ആ സ്ത്രീ കരയാൻ തുടങ്ങിയത് സ്വന്തം അമ്മയെ പറ്റി ആലോചിച്ചിട്ട്. അപ്പൊ ആ ഭർത്താവും കൂടി പറഞ്ഞത് ഇസ്കോ ക്യാ ഹോ ഗയാ, ഇത്രയും കാലം എങ്ങനെയൊന്നും ബിഹേവ് ചെയ്തിട്ടില്ല, ഇപ്പൊ ഇവളൊരു അമ്മയായപ്പോ ഇവള് അമ്മനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൾക്ക് അത്ര അമ്മയെ അച്ഛനെയും പോയി കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കേരളയിൽ കൊണ്ടുപോയിട്ടുണ്ടാവില്ല, അവളായിട്ട് പോണില്ല, അവര് പാരന്റ്സ് എന്നെ വേണ്ട വെച്ചിട്ട് ഞാനും പോലിയ എന്നുള്ളൊരു മനസ്സിലായിരുന്നു. ഇപ്പൊ എന്തിനാ അവൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സോ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇസ് ദിസ് തോട്ട് has become so strong inside the mind that you lose that stability. Our vital force or imbalance state le po. So that is the guilt conscious or the terror concerns of cyclamen. അപ്പൊ ഇതുപോലെ തന്നെ 1-2 കേസും കൂടെ ഞാൻ പറയാം. വേറൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, ഡയറിയ, ഭയങ്കര തടിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു, വെരി ഫ്രീക്വന്റ് ഡയറിയ, ദാറ്റ് ഈസ് IBS കൺഫേം ആയിരുന്നു ആ പേഷ്യന്റിന്. അപ്പം അതിന്റെ ആയിട്ടുള്ള അസുഖങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് എന്ത് കഴിച്ചാലും ലൂസ് മോഷൻ, ജോലിക്ക് പോയാലും ബാത്റൂമിൽ പോകേണ്ടി വരും, വല്ല ഫംഗ്ഷന് പോയാലും ബാത്റൂമിൽ പോകേണ്ടി വരും, കുറെ കാലമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് മാത്രമല്ല പൈൽസിന് പ്രശ്നമുണ്ട്. സോ ട്രീറ്റ്മെന്റിന് നമ്മളുടെ അടുത്ത് ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നപ്പോ ആ സിംറ്റംസ് ഒക്കെ പറയണ്ട, അതിന്റെ കൂടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ അച്ഛൻ ചോദിക്കുന്നു എന്തിനാണ് കരയുന്നത് എന്ന് പറഞ്ഞപ്പോ പറയാ, ഇത് ഇത്ര കാലമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇത് എന്നെ എന്നും പിന്തുടർന്നുകൊണ്ടിരിക്കും, ഞാൻ എവിടെ പോയാലും ഞാൻ വിചാരിക്കും ചിലപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആണ്, ഞാൻ ബാംഗ്ലൂരിലാണ് വീട്, അപ്പൊ ബാംഗ്ലൂർ പോയപ്പോ ഞാൻ വെച്ചത് ശരിയാവും, അത് ശരിയായില്ല, ഞാൻ ഇവിടെ മുംബൈയിലുള്ളപ്പോ ഇത് ശരിയാവുന്ന വെച്ചാൽ അതും ശരിയാവും, ഞാൻ എവിടെ പോയാലും ഇത് എന്റെ പിന്നാലെ, എന്ത് കഴിച്ചാലും ഈ അസുഖം എന്റെ കൂടെ എന്റെ പിന്നാലെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, തണുപ്പ് കാലത്ത് മാറും, ചൂട് കാലത്ത് മാറും വിചാരിക്കും, അപ്പോഴും ഇത് എന്നെ എങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് എന്തിനപ്പൊ കരയുന്ന? അത് ഈ അസുഖം IBS is such a disease that you will have it for quite a little bit of time. No ഡോക്ടർ, ഇത് ദൈവം എന്നോടുള്ള ഒരു പക തീർക്കുകയാണ്, ദൈവത്തിന് എന്നോടുള്ള വെറുപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ദൈവം ഈ പണി എന്റെ ദേഹത്തെ ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടാക്കി തന്നിരിക്കുന്നു. So the husband is also saying this is all stupidity, how God is related to your IBS and the doctors are doing the best for your treatment. അപ്പൊ ഇതൊക്കെ പറയുന്നത് പൊട്ടത്തര ഡോക്ടറെ, നിങ്ങൾക്ക് എന്റെ ഭാര്യ എങ്ങനെയൊക്കെ പൊട്ടത്തര എന്നും സംസാരിച്ചുകൊണ്ടിരിക്കും, ഇത്ര മരുന്ന് കഴിച്ചാലും എല്ലാ രീതിയിലും ഞാൻ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുത്താലും എന്റെ ഭാര്യ പറയുന്നത് ദൈവത്തിന് ഇവളോട് എന്തോ ഒരു പകയുണ്ട്, ആ പക തീർക്കാനാണ് ഈ അസുഖം അവളുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. മരുന്ന് കഴിച്ചാൽ മാറുന്ന പറഞ്ഞാൽ അല്ല, ഗോഡ് ഈസ് ആംഗ്രി, ഗോഡ് ഈസ് ഗിവിംഗ് മീ ദിസ് ആസ് എ പണിഷ്മെന്റ്. സോ ഇൻ ദിസ് കേസ് അച്ഛൻ കൊടുത്തത് കാലിബായ്, ആൻഡ് കാലിബായ് കൊടുത്തത് there was only one rubric which was taken as a prescription, main prescriptive rubric ആയിട്ട് എടുത്തത് delusion, God, vengeance, she is the object of God. അപ്പൊ ഈ ഒരു റുബ്രിക്കിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഗോഡ്, വെഞ്ചിയൻസ്, ഷീ ഈസ് ദ ഒബ്ജക്ട് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവം റിവെഞ്ച് എടുക്കുന്നുണ്ട്, ദൈവം ഒരു പക തീർക്കുകയാണ്, അത് ആ ഒരു ഡില്യൂഷൻ അവന്റെ മൈൻഡിൽ ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ pathological thought process going inside the mind of the patient. So if you take this rubric, വേറെ ഒരു റെമഡിക്കും ഈ ഒരു ഡയലോഗ് വരില്ല. ഈ ഒരു കാര്യം പറയുന്നത് കാലിബായ പേഷ്യൻസ് മാത്രമേ പറയുള്ളൂ, എനിക്ക് തന്ന അസുഖം അല്ലെങ്കിൽ എനിക്കുള്ള ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ദൈവത്തിന്റെ കാരണമാണ്, ദൈവം എന്നോട് പക തീർക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഗോഡ്, വെഞ്ചിയൻസ്, ഷീ ഈസ് ദ ഒബ്ജക്ട് ഓഫ് ഗോഡ്. അതുപോലെ വീപ്പിംഗ് ഈസിലി, അത് അവരുടെ പേഴ്സണാലിറ്റിയാണ് കാലിബായ്. ഇപ്പൊ സൈക്ലമെൻ എന്ന് പറഞ്ഞില്ലേ, സൈക്ലമെൻ കരയില്ല, നമ്മളുടെ മുമ്പിൽ ഇരുന്ന് കരയില്ല, അവർ സൈലന്റ്ലിയാ കരയുക. പക്ഷെ ദിസ് കാലിബായ് പേഴ്സണാലിറ്റി വിൽ വീപ്പ് ഈസിലി. അതുപോലെ എവിടെ പോയാലും ഈ അസുഖം എന്റെ പിന്നാലെ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഡില്യൂഷൻ പെർസ്യൂഡ്. ഡില്യൂഷൻ പെർസ്യൂഡ് എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും എന്ത് ചെയ്താലും എന്നെ വിട്ടുമാറില്ല, ഇത് എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ ഡില്യൂഷൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ കാലിബായ്. പിന്നെ വേറൊരു കേസ് ഞാൻ പറയാം. ഇതൊരു സ്ത്രീ നമ്മളുടെ അടുത്തായിട്ട് തന്നെ, പക്ഷെ ആ സ്ത്രീ വരുന്നതൊക്കെ
ചെറിയ ചെറിയ അസുഖത്തിന് തലവേദനിക്കുന്ന ഡോക്ടറെ, അല്ലെങ്കിൽ പിന്നെ കുറച്ച് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ പനിയാണ്, ചുമയാണ്, കുട്ടിക്ക് പനി, കുട്ടിക്ക് ചുമ. സോ ഷീ ദ ഓൾഡ് പേഷ്യന്റ്, ബട്ട് ഷീ വിൽ ഓൺലി കം ഫോർ സ്മോൾ ഡിസീസ്. അപ്പൊ അച്ഛൻ ഈ അക്യൂട്ട് പ്രിസ്ക്രിപ്ഷനും തെറപ്പറ്റിക് ആയിട്ട് എന്താ കൊടുക്കാൻ പറ്റണമൊക്കെ കൊടുക്കും. പക്ഷെ നമ്മൾ കുറെ വർഷമായിട്ട് കാണുന്നതാണ് ആ സ്ത്രീക്ക് ലൈക്കൻ പ്ലെയിനസ് ഉണ്ട് കാലില്. അപ്പൊ നമ്മളുടെ ഇന്ത്യൻ ക്ലിനിക്ക് ചെരുപ്പ് അഴിച്ചിട്ട് ഉള്ളിൽ വന്നിട്ട് ഇരിക്കുമ്പോൾ കാണാം കാലിന്റെ പടത്തില് ലൈക്കൻ പ്ലെയിനസ്. അത് ഞാനും ശ്രദ്ധിച്ചു, കാരണം ഞാൻ അന്ന് ഒബ്സർവേഷൻ അല്ലേ, അപ്പൊ അച്ഛൻ പഠിപ്പിച്ചു തരുകയാണ് ഇതൊക്കെ എന്താ നോക്കണം, പേഷ്യൻസിൽ എന്താണ്. പക്ഷെ ദ പേഷ്യന്റ് നെവർ കംപ്ലൈന്റ് ഓഫ് ദ സ്കിൻ പ്രോബ്ലം, സോ വി നെവർ ആസ്ക്ഡ് ഹർ വാട്ട് ഇറ്റ് ഈസ്. ബട്ട് ഞാൻ അച്ഛൻ എന്റെ അടുത്ത് പറയല്ലോ, ഒരു പേഷ്യന്റ് വന്നാൽ എന്തൊക്കെയാണ് നിനക്ക് ഡയഗ്നോസിസ് ആയിട്ട് കാണുന്നത്, അത് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ അച്ഛന്റെ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു അത് ലൈക്കൻ പ്ലെയിനസ്. സോ ഐ ഹാവ് ആസ്ക്ഡ് വൈ ആർ യു നോട്ട് ഗിവിംഗ് മെഡിസിൻസ് ഫോർ ലൈക്കൻ പ്ലെയിനസ്. She has never asked it, so let's not do that. Okay, fine. അപ്പൊ കുറച്ചു കാലത്തിന്റെ ഇടവിട്ടിട്ട് പിന്നെ ആ സ്ത്രീ വന്നു. ഒരു 1.5 വർഷത്തിന് ഇടവിട്ടിട്ട് മക്കളെ വിടുമായിരുന്നു, മരുന്ന് മേടിക്കും, പക്ഷെ ആ സ്ത്രീയെ കണ്ടില്ല. പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് വന്നപ്പോ കാലിൽ അതാ ഉണ്ട്. അപ്പൊ അന്ന് അച്ഛൻ പെട്ടെന്ന് ചോദിച്ചു, ഹിന്ദിയിലായിരുന്നു, അരേ തുമാര പേർക്ക പ്രോബ്ലം ഗയാ നീയേ? അപ്പൊ പറയുന്ന കാലിന്റെ അസുഖം ഇനി മാറിയിട്ടില്ലേ, ഇത് കുറെ കാലമായല്ലോ നിന്റെ കാലിൽ കാണാൻ തുടങ്ങിയിട്ട്, ഇത് ഇനി മാറിയിട്ടില്ലേ? അപ്പൊ എടുത്ത വായന ആ സ്ത്രീ പറഞ്ഞത്, അരേ ഡോക്ടർ സാബ് ഏ തോ മേരെ സാത്ത് ജിന്ദഗി ഭർ രഹേഗാ, ഇത് ഈ തൊലി വ്യാധി എന്റെ കൂടെ ജീവിതകാലം മുഴുക്ക ഉണ്ടാവും, എന്നെ വിട്ടിട്ട് ഇത് എവിടേക്കും പോവില്ല, ഞാൻ ജീവിക്കുന്ന വരെ എന്റെ കൂടെ ഉണ്ടാവും, ഞാൻ ചാവുമ്പോ എന്റെ കൂടെ ചാവും. സോ ദിസ് ഇസ് ദ തോട്ട് വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മൾ PQRS ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മൾ ഹോമിയോപ്പത്തിയിൽ പറയുന്നത് പേഷ്യന്റ് അടുത്ത് ഒരുപാട് ചോദിക്കേണ്ട, ലെറ്റ് ദ പേഷ്യന്റ് കം ഔട്ട് ഇൻ ഹിസ് ഓൺ വേ. കേസ് ടേക്കിംഗിൽ പറയുന്നത് കേസ് തന്നെത്താൻ ഫ്ലോ ആവണം. യു ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് വൺസ് ദ പേഷ്യന്റ് സ്റ്റോപ്സ് ടോക്കിംഗ്. സോ വൈ ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഇസ് അലൗ ദ പേഷ്യന്റ് ടു ടോക്ക്. അപ്പൊ പേഷ്യന്റ് ആയിട്ട് വാ തുറന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ഫിസീഷ്യനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ദേ വിൽ സ്റ്റാർട്ട് തിങ്കിങ് വിത്ത് ദ കോൺഷ്യസ് മൈൻഡ്. So conscious mind in the data is valuable, but if you're getting anything from the subconscious mind of the patient, that becomes much more valuable. അത് PQRS എന്ന് പറയുന്ന ഭയങ്കര 5 മാർക്സിന്റെ ഒരു വാല്യൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. സോ ഇഫ് ദ പേഷ്യന്റ് ഇസ് saying something without you asking or involuntarily, that is the subconscious mind in the state. അപ്പൊ ഈ പേഷ്യന്റ് എടുത്ത് വായെന്ന് പറയണ ഇത് എന്റെ കൂടെ തന്നെ ഉണ്ടാവും, ഞാൻ ചാവണ വരെ എന്റെ കൂടെ ഉണ്ടാവും, എന്നെ വിട്ടിട്ട് എവിടെയും പോവില്ല. സോ ദാറ്റ് ഈസ് എ ഡില്യൂഷൻ മാരീഡ് ഹി ഈസ്. ഡില്യൂഷൻ മാരീഡിന്റെ ആകെ ഒരേ ഒരു റെമഡിയലും ഇഗ്നേഷ്യ. അപ്പൊ ഇഗ്നേഷ്യയുടെ മൈൻഡിലുള്ള ഒരു ഡില്യൂഷൻ എന്താന്ന് വെച്ചാൽ, എന്റെ കൂടെ മാരീഡ് എന്ന് പറഞ്ഞാൽ ആരെ നമ്മൾ മാരേജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ മാരേജ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 individuals. And what is the speciality in that 2 individual? ഇപ്പൊ ഫ്രണ്ട്ഷിപ്പോ സിബ്ലിംഗ് റിലേഷൻഷിപ്പിനായിട്ട് മാരേജിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, വി വിൽ ബി വിത്ത് ഈച്ച് അതർ അൺടിൽ വി ഡൈ. Until you die, I will be there with you. Until I die, I will be there with you. So the relationship of the marriage, the importance is we will be together irrespective of what happens. Until the life in this planet, you are with me, I am with you. Adana marriage in the speciality. Appo or asugathine pettittu angathe or mentality vechirikkana, ee asugam will be there with me until I die. This is with me only always. So who is there with you always? Your life partner. So what is the rubric? Married, delusion married, and the only remedy is ignatia. അപ്പൊ അന്ന് ആ പേഷ്യന്റ് വന്നത് ഇതുപോലെ എന്തിനോ ഒരു കോൾഡിനോ കഫിനോ വന്നത്. പക്ഷെ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് സം അക്യൂട്ട് ഫോർ കോൾഡ്, അച്ഛൻ ഇഗ്നേഷ്യയുടെ 200ന്റെ ഒരു ഡോസ് കൊടുത്തു. നെക്സ്റ്റ് വിസിറ്റില് ദാറ്റ് ലൈക്കൻ പ്ലെയിനസ് ഓഫ് മെനി ഇയേഴ്സ് ഇറ്റ് സ്റ്റാർട്ടഡ് റിസോൾവിംഗ്. സോ ദാറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാൽ, ഡില്യൂഷൻ ഇസ് വെരി വെരി വാല്യുബിൾ. So if you understand the mind chapter of our repertory, there are lots and lots of delusions. അപ്പൊ ആ ഡില്യൂഷൻസിനെ മനസ്സിലാക്കുന്ന 2 രീതി. ചില ഡില്യൂഷൻസ് നമുക്ക് ഡയറക്ട്ലി എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, പ്ലെയിൻ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ചില ഡില്യൂഷൻസിന് ഒരു മെറ്റാഫറിക്കൽ മീനിങ് ഉണ്ട്. അപ്പോ നമ്മൾ പണ്ടൊക്കെ നമ്മളുടെ ഹോമിയോപ്പത്തി റെപ്പർട്ടറി എഴുതാൻ തുടങ്ങിയ കാലത്തൊക്കെ ഉള്ള ഇംഗ്ലീഷ് ഒരു ഷേക്സ്പിയർസ് പോയറ്റ് ഒക്കെ എഴുതുന്ന ഒരു ഇംഗ്ലീഷ് ആയിരുന്നു. സോ ഇഫ് യു റീഡ് എനി ഷേക്സ്പിയർ ബുക്ക്, you cannot directly understand it, you have to interpret it. ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് പോയംസ് അതുപോലെ തന്നെയാണ്, നമ്മൾ അതിനെ ഒരു രീതിയിൽ മനസ്സിലാക്കി എടുക്കണം. ദാറ്റ് ഈസ് നോൺ ആസ് മെറ്റാഫറിക്കൽ ലാംഗ്വേജ്.
So our mind chapter has also got metaphorical language. So if you look into the delusion chapter, there is metaphor, lots of metaphor is there in that. So if you want to understand the subconscious mind of the patient, you should equally be ready with your knowledge of the delusion chapter. Especially I'm saying, because ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പറയുന്ന കുറെയൊക്കെ ബിഹേവിയറിനെ പറ്റിയിട്ടും അവരുടെ ബോഡി ലാംഗ്വേജിനെ പറ്റിയിട്ടൊക്കെയാണ്. That is directly you can see in the repertory and you will be able to see that in the patient. But thoughts is the thinking pattern inside the brain of the patient has to be understood by we physicians only if we read the delusion chapter very nicely. അപ്പോൾ അതിന്റെ ഒരു മെറ്റാഫറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് കൊടുത്തിട്ട് അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് കൊടുത്തിട്ട് നമുക്ക് ഡില്യൂഷൻ മനസ്സിലാക്കാൻ പറ്റിയ ഇതുപോലെ സ്പെഷ്യലി ക്രോണിക് ഡിസീസസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് തോട്ട് ഹാസ് ബിക്കം പെർമനന്റ് ഇൻ ടു ദ സബ്കോൺഷ്യസ് മൈൻഡ് ഓവർ ദ പീരിയഡ് ഓഫ് ദിസ് ടൈം. ഒരു അസുഖം അക്യൂട്ട് ആയിട്ട് ക്രോണിക് വരെ മാറുന്ന വരെയുള്ള അത്രയും സമയത്ത് തോട്ട് പ്രോസസ്സും അബ്നോർമൽ ആയി കഴിഞ്ഞു, സബ്കോൺഷ്യസ് മൈൻഡിൽ ലോഡ്ജ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഡില്യൂഷൻസ് ആർ വെരി വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ഇറ്റ് റിയലി ഹെൽപ്സ്. അതുപോലെ വേറൊരു കേസ്, ഇതൊക്കെ പെട്ടെന്ന് അച്ഛൻ പെട്ടെന്ന് സോൾവ് ചെയ്തെടുത്ത കേസ്. ഒരു കുട്ടി ഇതുപോലെ 2 സിസ്റ്റേഴ്സ് ഉള്ള കുട്ടിയാണ്. ഫേസ് ആക്നി, പ്യൂബർട്ടി 14-15 years ഓൾഡ് ആക്നി വേണ്ടി വന്നതായിരുന്നു. അപ്പം അപ്പൊ ആ സമയത്ത് ഞാൻ സെക്കൻഡ് ഇയർ മെഡിക്കൽ കോളേജ് വന്നു. അപ്പൊ ഞാൻ കേസ് എടുത്തു. ഈ പേഷ്യന്റ് അച്ഛൻ എടുക്കണ മുമ്പ് ഞാൻ എടുത്തു. ഞാൻ കുറെ മെൻസ്ട്രൽ സൈക്കിളും അവളുടെ ഡൈജസ്റ്റീവ് ഹാബിറ്റ്സ്, കാരണം പ്യൂബർട്ടി സ്കിൻ എന്ന് പറയുമ്പോൾ നമ്മളൊന്നും കൂടെ ഹോർമോണൽ ആൻഡ് GIT റിലേറ്റഡ് എല്ലാം ക്വസ്റ്റ്യൻസും ചോദിച്ച് റെഡിയാക്കി വെച്ചു. അപ്പൊ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, യു ഹാവ് നോട്ട് ടേക്കൺ ദ കേസ് കംപ്ലീറ്റ്ലി, വേർ ഇസ് ദ വൈറ്റൽ ഇൻഫർമേഷൻ. അച്ഛൻ ആ പേഷ്യന്റ് ചോദിച്ചു, ബേട്ട ഹൗ ഡു യു ഫീൽ അബൌട്ട് യുവർ പിമ്പിൾസ്, ആക്നെ വന്നിട്ടുണ്ട് ഫേസിൽ അവിടെ ഉണ്ട്. അത് മാത്രമല്ല ടിപ്പിക്കൽ, ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് അബൌട്ട് ദാറ്റ്, ഇറ്റ് ഗോസ് ഇൻ ടു ദാറ്റ് സ്റ്റേജ്, വളരുക, പസ് വരിക, പിന്നെ അത് പോവുക, പിന്നെയും പുതിയത് വരിക. സോ അച്ഛൻ ഡിഡ് നോട്ട് ആസ്ക് എനി ക്വസ്റ്റ്യൻ. അച്ഛൻ ചോദിച്ചത് വാട്ട് ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്. അപ്പൊ ആ കുട്ടി എടുത്ത വായന പറയുന്ന, ബഹുത് ഗന്ദാ ലഗ്താ ഡോക്ടർ, കണ്ണാടി നോക്കാൻ പറ്റില്ല എനിക്ക്, എന്റെ മുഖം എന്ത് വൃത്തികേടായിരിക്കണോ, എനിക്ക് മുഖം കണ്ണാടി നോക്കാനേ പറ്റില്ല. അതാണ് ആ കുട്ടി എടുത്ത വായെന്ന് പറഞ്ഞത്. എന്നിട്ട് നെക്സ്റ്റ് പറയുന്ന, മെരെ സാത്ത് ക്യൂ ഹുവാ, എന്തിനാ ഇങ്ങനെ എന്റെ ഫേസ് എന്തിനാ എങ്ങനെ ആയിപ്പോയത്. അപ്പൊ ആ കുട്ടിക്ക് ഒരു ചേച്ചിയുണ്ട്. അപ്പൊ ചേച്ചിയും ഇതുപോലെ പ്യൂബർട്ടി കഴിഞ്ഞു പോയി. അവള് 3-4 വർഷം മൂത്ത കുട്ടിയാണ്. അപ്പൊ ഷീസ് കമ്പയറിങ് സെയിങ് ദാറ്റ് മൈ സിസ്റ്റർ ഓൾസോ അണ്ടർവെന്റ് ദ പ്യൂബർട്ടി, പക്ഷെ അവളുടെ മുഖത്തൊന്നും ഉണ്ടായിരുന്നില്ല. വൈ എന്റെ മുഖം കണ്ടില്ല എങ്ങനെ ഇരിക്കുന്നു, എന്റെ മുഖം കണ്ടോ, എന്താ ഇത്, എനിക്ക് കണ്ണാടി നോക്കാനേ തോന്നില്ല. സോ ദ മദർ ഈസ് ടെല്ലിങ്, അതെ ഡോക്ടറെ, അവൾക്കിപ്പോ ഇതുപോലെ ശൃംഗരിച്ച് നടക്കുന്ന ഒരു പ്രായമാണല്ലോ, പൊട്ടും കമ്മലൊക്കെ ഇട്ട് നടന്ന് കണ്ണാടി നോക്കും. പക്ഷെ അവള് കണ്ണാടി നോക്കാറില്ല. അവള് പറയുന്നത് അവള് കാണാൻ വൃത്തികേടാ. പക്ഷെ ഐ ആം സിറ്റിംഗ്, അച്ഛൻ ഈസ് സിറ്റിംഗ്, ആൻഡ് ആ പേഷ്യന്റ് റിലേറ്റീവ്സ് അവരൊക്കെ അതാ പറയണ, അയ്യോ തന്നെ കാണാൻ അത്ര വൃത്തികേടൊന്നുമില്ല, കുരുക്കൾ കുറച്ചുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ദിസ് ഇസ് നോട്ട് ദ ബാഡ് സ്റ്റേജ് ഓഫ് ആക്നി. അപ്പൊ അച്ഛൻ പറയണ, ബേട്ടാ തന്നെ ഇതിന്റെ ആക്നിന്റെ വേർസ്റ്റ് ഫേസസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ എന്റെ ഫേസ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 3-4 ഉണ്ട് അവിടെ, പക്ഷെ ദേ ആർ നോട്ട് വെരി അഗ്ലി. ഈവൻ ഐ വാസ് ടെല്ലിങ്, ഞാൻ സെക്കൻഡ് ഇയർ മെഡിക്കൽ കോളേജ്, അപ്പൊ ഞാൻ പറയണ എന്റെ കോളേജിലും ഇതുപോലെ എന്റെ ഫ്രണ്ട്സിന്റെ ഉണ്ട്, അത്രയൊക്കെ വൃത്തികേടൊന്നും നിനക്കില്ല. അമ്മ പറയുന്നതും, മോളെ എന്നെ കാണാൻ അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല എന്നൊക്കെ അമ്മയും പറയുന്നത്. സോ ദ തോട്ട് ഈസ് സോ സ്ട്രോങ് ദാറ്റ് ആരെന്ത് പറഞ്ഞാലും അനുസരിക്കാൻ റെഡിയല്ല. ഞാൻ വിചാരിച്ചത് തന്നെ കറക്റ്റ്. ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ എന്നെ കാണാൻ വൃത്തികേടാണ്, കണ്ണാടി നോക്കാൻ പറ്റില്ല, ഇത്രയും ഒരു കഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥ എന്റെ ലൈഫിൽ വന്നല്ലോ എന്നാണ്. ദിസ് ഇസ് ദ തോട്ട് ദാറ്റ് ഷീ ഈസ് ക്യാരിങ്. സോ അച്ഛൻ കൊടുത്തത് നാട്രമ്യൂർ, ഡില്യൂഷൻ ബ്രെച്ച്ഡ്, ഷീ ലുക്കിംഗ് എ മിറർ വെൻ. അപ്പൊ റുബ്രിക് എന്താന്ന് വെച്ചാൽ ഡില്യൂഷൻ ദാറ്റ് ഷീ ഈസ് ലുക്കിംഗ് ബ്രെച്ച്ഡ് വെൻ ലുക്കിംഗ് ഇൻ ടു എ മിറർ. അതുപോലെ നെക്സ്റ്റ് റുബ്രിക് ഈസ് delusion pitied on account of his misfortune and wept he is. അപ്പോ എനിക്ക് വന്നിരിക്കുന്നത്, this is a misfortune that has happened in my life. ഗേറ്റ് അടച്ചിട്ടേ. So നാട്രമ്യൂറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫിക്സ്ഡ് ഡില്യൂഷൻ ആണ് delusion wretched she looking a mirror when. അപ്പൊ ഇത് ആക്നെ. ബട്ട് അഗൈൻ അത് പഠിച്ച ശേഷം ഞാൻ പല കേസസിലും, ഇപ്പൊ റീസെന്റ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി അനോറെക്സിയ ആയിരുന്നു.
and she is good looking. She is ഒരു അത്രയ്ക്ക് അനോറെക്സിക് ആയിട്ട് തോന്നാത്ത ഒരു കുട്ടിയാണ്. പക്ഷെ അനോറെക്സിയ ഡയഗ്നോസ്ഡ് ആയതാണ്. ഇവിടുത്തെ ഡോക്ടേഴ്സ് അനോറെക്സിയ ഡയഗ്നോസ് ചെയ്തു. പ്ലസ് അനേമിയ ഒക്കെ ഉണ്ട്, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ട്, 22 years or something. So then even she came to me, and when she was talking, she said the same thing. Oh, I've stopped looking into my mirror. I look so ugly and disgusting. I cannot tolerate the way I look, So honestly, I just don't. Because ആ ഒരു ഫിക്സ് തോട്ട് ആണ് അത്. അപ്പം അധികം കേസ് ഒന്നും എടുക്കണ ആവശ്യമില്ല, വേറെ ഒന്നും അധികം നമുക്ക്. ബിക്കോസ് ദിസ് ഈസ്, ഞാൻ പറഞ്ഞില്ല, ഇതൊരു പിക്യൂറസ് റുബ്രിക് ആണ്. അപ്പോൾ ആ ഒരു റുബ്രിക് വെച്ചിട്ട് നാട്രമ്യൂൾ കൊടുത്തപ്പോൾ ആ കുട്ടി ഇപ്പൊ നല്ലപോലെ ആഹാരം കഴിക്കുന്നുണ്ട്. ആൻഡ് നൗ ഷീ ഈസ് ബാക്ക് ടു നോർമൽ. So this is what I'm trying to say is because I mean from ഇവിടത്തെ ഡോക്ടേഴ്സും ഹോമിയോപാത്സും ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ കുറെ കലീഗ്സും കണ്ടിട്ടുണ്ട്. ഡിലൂഷൻ ചാപ്റ്റർ കുറച്ച് ഒരു റിസ്കിയാണ്. സൈക്കാട്രിക് പേഷ്യൻസിന് മാത്രം നമ്മൾ ആ ചാപ്റ്റർ തൊട്ടാൽ മതി, അതുവരെ അത് എടുക്കണ്ട, അങ്ങനെയൊക്കെയാണ് ഒരു മെജോറിറ്റി ഓഫ് ദ ഹോമിയോപാത്സ് ഡു ഫീൽ. ബട്ട് വാട്ട് ഐ ഹാവ് ലേൺഡ് ഈസ്, മുംബൈയിലും തന്നെ കുറെ ഡോക്ടേഴ്സ് ഡിലൂഷൻസ് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ what I have learned is delusions is very nice. If you read the delusions from the mind chapter, you just understand in two ways. Metaphorical way ആയിട്ടും ഡയറക്റ്റ് ഇംഗ്ലീഷ് ആയിട്ടും മനസ്സിലാക്കി എടുത്താൽ നമുക്ക് അതിനെ പേഷ്യൻസിൽ കാണാൻ പറ്റും. ഡേ ടു ഡേ ബേസിസിൽ തന്നെ പേഷ്യൻസിനെ കാണാൻ പറ്റും. So that is what I have to share today. I think that should be sufficient. സമയത്രയായി 10-15 മിനിറ്റ് ബാക്കിയുണ്ട്. Okay, fine. I think that should be fine. That's all for today. A little bit of cyclamen, Kalibai, Natramure and Ignatia. So I hope delusions ഒന്ന് ഒരു ക്ലാരിറ്റി കിട്ടി കാണും. അത്രയും ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് എല്ലാവരും delusions ഒന്ന് നല്ലപോലെ വായിച്ചിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച്. ഓക്കെ, പത്മപ്രിയ ഡോക്ടറെ ക്ലാസ് കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് കുറച്ച് ചർച്ചയാവാം. ഓക്കെ, ഒരു 3-4 മെഡിസിനും ഡെലിവിഷന്റെ പ്രാധാന്യം എല്ലാവർക്കും കുറച്ച് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അമ്പാടി മാഡം കുറച്ച് നേരമായിട്ട് ഹാൻഡ് റൈസ് ചെയ്തു. മാഡത്തിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം. നമസ്കാരം. മോളെ പത്മപ്രിയെ ഓർമ്മയുണ്ടോ? അയ്യോ, നിങ്ങളെയൊക്കെ എങ്ങനെ മറക്കാനാണ്? നിങ്ങളൊക്കെ ഞങ്ങളുടെ ഓൺലൈൻ ഗുരുസ് ആണ്. മോളെ, എനിക്ക് 10-47 കൊല്ലത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിലും ഇപ്പോഴും എനിക്ക് ഹലൂസിനേഷനും ഡെലൂഷനും എല്ലാം മാറിപ്പോവും. പിന്നെ ഞാൻ ഒന്നുകൂടെ ഇരുന്ന് സർപ്പരജു ഭാവം എന്ന് പറയും സംസ്കൃതത്തില്. അതായത് ഒരു കയറ് കണ്ടാൽ സർപ്പാന്ന് തോന്നും, എന്നിട്ട് നമ്മൾ അടുത്ത് ചെന്ന് നോക്കുമ്പോഴേ അത് കയറാണെന്ന് തോന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ മെഡിസിൻ കൊണ്ട് ആ ലൈറ്റ് കാണിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചെല്ലുന്ന പോലെ നമ്മുടെ മെഡിസിൻ കൊണ്ട് ആ ഡെലൂഷൻ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. അപ്പൊ അത് എനിക്ക് എപ്പോഴും എനിക്ക് സംശയം വരുന്നതാണ്. മോള് പറഞ്ഞിട്ടും ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. ഇനി പേഷ്യന്റ് വരുമ്പോ പിന്നെയും അത് തന്നെയായിരിക്കും. പിന്നെ മോളോട് വെറുതെ ഒന്ന് വർത്താനം പറയാൻ വേണ്ടി ഞാൻ ഹാൻഡ് റൈസ് ചെയ്തതാ. അന്ന് കണ്ടതല്ലേ നമ്മള് തമ്മില്. അത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ എനിക്ക് പറഞ്ഞത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കാരണം എനിക്ക് ആ കൺഫ്യൂഷൻ പിന്നെ റിപ്പീറ്റ് ആയിട്ടില്ല. അച്ഛൻ പറയാം പാമ്പ് കണ്ടിട്ട് അല്ല, കയറ് കണ്ടിട്ട് പാമ്പ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഇല്യൂഷൻ ആണ്. കയറ് പാമ്പ് അത് ഇല്യൂഷൻ. പക്ഷെ അവിടെ കയറും ഇല്ല പാമ്പും ഇല്ല, എന്നിട്ടും കടന്ന് ചാടുകയാണ് പാമ്പാണ് പറയുന്നത് ഹാലൂസിനേഷൻ. മനസ്സിലായി. ഇപ്പോഴാണ് എനിക്ക് അത് ആ ഡിഫറൻസ് മനസ്സിലായുള്ളൂ. അതല്ല, സെൻസറിയാണ്. നമ്മളുടെ ഹാലൂസിനേഷനും ഇല്യൂഷനും സെൻസറി എന്ന് പറഞ്ഞാൽ മൂക്കൊണ്ട് മണപ്പിക്കാം. ചില മണം ഇല്ലാത്ത മണം, അയ്യോ ഇവിടെ ഒരു ബിരിയാണിയുടെ മണമുണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. സോ ദാറ്റ് ഈസ് സെൻസറി. സോ ദാറ്റ് ഈസ് ഹാലൂസിനേഷൻ. ദർ ഈസ് സ്റ്റിമുലസ്. പക്ഷെ ഡിലൂഷനില് സെൻസറി ഒന്നുമില്ല, ചിന്ത മാത്രമേ ഉള്ളൂ, തോട്ട്സ് മാത്രമേ ഉള്ളൂ ഡിലൂഷനില്. അതാ ഒരു കൺഫ്യൂഷൻ. പറഞ്ഞപ്പോ ഇനി പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും. താങ്ക് യു. പിന്നെ ഹസ്ബൻഡിനെയും മക്കളെയും ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞോട്ടെ എന്റെ അന്വേഷണങ്ങള്. ഓക്കെ, അമ്പാടി മാഡം. അടുത്ത ഹരിഹരൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറെ സംസാരിച്ചു. നമസ്കാരം പത്മപ്രിയ. ഒത്തിരി നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. പത്മപ്രിയയുടെ ക്ലാസ് വളരെ നന്നായിരുന്നു. ഈ 3 വാക്കുകളുണ്ടല്ലോ, ഈ ഹോമിയോപ്പതിക് ഡോക്ടേഴ്സിന് എന്നും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 3-4 വാക്കുകളാണിത്. ഒന്ന് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡെലൂഷൻ. ഞാൻ ഈ ഡെലൂഷനെ തനി മലയാള ഭാഷയെ പറയുവാണെങ്കിൽ ഈ മിഥ്യാബോധം എന്ന് പറയും. അതായത് ഒരു തെറ്റായ ധാരണ.
അതാണ് മലയാളത്തിൽ ഞാൻ പ്രിസൈസ് ചെയ്താണ് പറയുന്നത്, തെറ്റായ ധാരണ. അതേസമയം ഈ ഡെല്യൂഷന്, ഇമാജിനേഷന്, ഹലൂസിനേഷന്, ഇല്യൂഷൻ, ഈ 4 എണ്ണമാണ് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, ഒരു ഭാവനയാണ്. ഇമാജിനേഷൻ. ഈ കവികൾക്കൊക്കെ ഒരു ഭാവന വരത്തില്ലേ, അതാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ഹലൂസിനേഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു മതിഭ്രമം എന്ന് നമ്മൾ പറയും. മതി എന്ന് വെച്ചാൽ ബുദ്ധിയുടെ ഒരു വിഭ്രമം എന്ന് പറയും. അത് ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നുക, അതാണ് ഈ ഹലൂസിനേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഇല്യൂഷൻ ഉണ്ട്. ഇല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു ദർശനം, വ്യാമോഹം, ഇതെല്ലാം അങ്ങനെ പറയാൻ പറ്റും. ഇത് പ്രിസൈസ് ചെയ്തുള്ള മലയാളം വാക്കുകളാണ് ഈ പറയുന്നത്. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പൊ ഈ കെന്റ് ഇത് കുറച്ച് വിപുലമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കുറവുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കെന്റ് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ഇല്യൂഷൻ, വാട്ട് ഈസ് ഡെല്യൂഷൻ, ഇതെല്ലാം കെന്റ് കറക്റ്റായിട്ട് പിന്നെ ശരിക്ക് അത് ഡിഫറൻസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് കൂടുതലേക്ക് കടക്കുന്നില്ല. എന്തായാലും പത്മപ്രിയയുടെ ഇന്നത്തെ ക്ലാസ് നന്നായിരുന്നു. നല്ല ടോപ്പിക്കാണ്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടോപ്പിക്കാണ്. ഹോമിയോപ്പതി ഡോക്ടേഴ്സ് കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. കാര്യം ഇപ്പം പറഞ്ഞില്ലേ, ആ കുട്ടിക്ക് സ്ത്രീക്ക് തോന്നി ഇത് എന്റെ കുറ്റം കൊണ്ടാണോ എന്ന് ആ സ്ത്രീക്ക് തോന്നി എന്ന് പറഞ്ഞില്ലേ. അവിടെ ഡോക്ടർമാർക്ക് ഫസ്റ്റ് ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുമ്പം അത് ഒരു ഇൻഡിഗ്നേഷൻ ആൻഡ് മോർട്ടിഫിക്കേഷൻ, സ്റ്റാഫിസാക്രിയുടെ സിംറ്റം ആണോ എന്നും തോന്നാം. എടാ എന്റെ കുറ്റം കൊണ്ടാണല്ലോ ഇതിങ്ങനെ വന്നത് എന്ന ഒരു കുറ്റബോധം ആ സ്ത്രീക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റാഫിസാക്രിയ കൊടുത്താൽ എന്താ എന്നിങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ യുവർ ഫാദർ യു ഗേവ് cyclamen and the disease has been cured. Okay, thank you very much, Padmapriya. You again come with another subject. Wish you best of luck. Okay, thank you very much. ഓക്കെ, ഹരിഹരൻ സാറേ, അടുത്തത് നമ്മുടെ ശ്രീധര കുപ്പ് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറേ സംസാരിച്ചു. കേൾക്കാമോ? കേൾക്കാം സാറേ. ഏതായാലും വളരെ നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഈ ഡെലൂഷൻ, മെന്റൽ സിംറ്റംസ്. ഞാൻ വർഷങ്ങളായിട്ട് ഈ മെന്റൽ ഡിസീസ് കൂടുതൽ, പ്രത്യേകിച്ച് ഈ പിന്നെ ഡിപ്രഷൻ, ആൻസൈറ്റി, അതുപോലെ തന്നെ ഫോബിയ, ഇതെല്ലാം ട്രീറ്റ് ചെയ്യുന്നതാണ്. അന്നേരം ഈ മെന്റൽ ഡിസീസിൽ ഏറ്റവും കൂടുതൽ വരുമ്പം ഈ കാണുന്നത് ഹലൂസിനേഷൻ, ഡെലൂഷൻ, ഇലൂഷൻ, ഇതെല്ലാം തമ്മിൽ നമ്മൾ ശരിക്കും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സംശയം തോന്നും. എന്താണോ, അതാണോ, ഇതാണോ എന്നൊക്കെ തോന്നും. അന്നേരം അതൊരു പ്രധാനപ്പെട്ട ഒരു സിംറ്റം ആണ്. അന്നേരം അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കേസുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഞാൻ കൂടുതലും ഈ എസെൻഷ്യൽ ഈ സിന്തസിസ് റെപ്പാർട്ടറിയിൽ പണ്ടൊക്കെ ഞാൻ കെന്റും ഇതുമൊക്കെ നോക്കുള്ളായിരുന്നു. ഇപ്പം ഈ സിന്തസിസ് റെപ്പാർട്ടറി, ഫെഡറിക് ആയാലും അഹമ്മദ് കുരിയും കൂടെ എഴുതിയ ഒരു റെപ്പാർട്ടറി ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ മിക്കവാറും ഇടയ്ക്ക് നോക്കും. അതിൻ്റെ അകത്ത് ഒരുപാട് കൂടുതൽ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് സിന്തസിസിൽ. അത് നോക്കിയാണ് ഞാൻ. പിന്നെ ഇതിലൊക്കെ പ്രധാനം നമ്മൾ ഈ കേസെടുക്കുമ്പം അതിൻ്റെ അകത്ത് ഈ അനാലിസിസ് ആൻഡ് അവാലുവേഷൻ വരുമ്പം ഈ റൂബ്രിക് സെലക്ട് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട. അതിൻ്റെ അകത്ത് നമുക്ക് തെറ്റിപ്പോയെങ്കിൽ, അതുപോലെ അതിനെക്കാട്ടിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കേസ് ടേക്കിംഗ് ആണ്. കേസ് ടേക്കിംഗ് എടുത്തിട്ട് പിന്നെ അത് അനാലിസിസ് ആൻഡ് അവാലുവേഷൻ തെറ്റിപ്പോയാൽ അവിടെ കൊണ്ട് കേസ് മുഴുവൻ ഉഴപ്പിപ്പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിപ്പം ഡോക്ടർ പത്മപ്രിയയുടെ അച്ഛൻ പറഞ്ഞ പല കേസുകളും നമ്മളിതൊക്കെ പലരും പറയുമ്പം അത് നമ്മൾ കൂട്ടത്തിൽ നിന്ന് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുക എന്നുള്ളത് വളരെ വലുതാണ്. അതുപോലെ തന്നെ എന്നും നമ്മൾ
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ നമുക്ക് കൂടുതൽ അറിവുകളും അതുപോലെ തന്നെ ഇതുകൊണ്ടാകും. ഏതായാലും വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക. എൻ്റെ എല്ലാവരെയും വീട്ടിലുള്ള എല്ലാവരെയും അന്വേഷണം അറിയിച്ചേക്കുക. അന്ന് വന്നതും കണ്ടതും അതിനും പരിചയപ്പെടാൻ പറ്റിയതിനും ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇതുപോലെയുള്ള നല്ല നല്ല ക്ലാസ്സുകൾ ഇനി എടുക്കാൻ വേദിയിൽ വരുമാറാകട്ടെ എന്ന് ക്ഷണിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ ശ്രീധര സാറേ, അടുത്തത് ഇനി ആർക്കെങ്കിലും പത്മപ്രിയ ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ, ഇല്യൂഷൻ, ഡെല്യൂഷൻ, ഹലൂസിനേഷൻ ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയമോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കിനി കുറച്ചുകൂടി സമയം 8 മിനിറ്റ് ഓളം ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സൈക്ലാമൻ വിച്ച് പൊട്ടൻസി? സൈക്ലാമൻ 200 ആയിരുന്നു കൊടുത്തിരുന്നത്. ഏത് കേസ്? ഫസ്റ്റ് അബോർഷൻ കേസിന് 30 മതിയായിരുന്നു. മറ്റേ സ്ത്രീന്റെ കേസ്, ലോസ് ഓഫ് ഡോട്ടറിന്റെ കേസിൽ 200 ആയിരുന്നു കൊടുത്തിരുന്നത്. ക്ലാസിക് പ്രിസ്ക്രിപ്ഷൻ ആയിരുന്നോ ഡോക്ടറെ? ഇങ്ങനെ ഒറ്റ ഡോസ് അങ്ങനെയാണോ? അതെ അതെ. അച്ഛനും ഞാനും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മൈൻഡ് സിംറ്റംസിലാണോ, ക്യാരക്ടറിസ്റ്റിക് പിക്യൂറസ് മെന്റൽ സിംറ്റംസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം റിപ്പീറ്റേഷൻ മതി. അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽസിലാണ് അധികം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ആർക്കൊന്നും പറയാനില്ലേ? പത്മപ്രിയ ഡോക്ടറെ പിന്നെ അവിടെ UK പ്രാക്ടീസ് ചെയ്യല്ലേ ഡോക്ടർ ഇപ്പോ? ഇവിടെ പ്രാക്ടീസ് ഉണ്ട്. അവിടെ പ്രാക്ടീസ് ചെയ്യുന്നു അല്ലേ? ഇവിടെ 2 സ്ഥലത്ത് പ്രാക്ടീസ് ഉണ്ട്. ഒന്ന് ഞാൻ താമസിക്കുന്ന ഒരു ഏരിയ, അതിപ്പോ എങ്ങനെ ഞാൻ പറയുന്നത്, ഐ എം നോട്ട് ഷുവർ. കൊച്ചിൻ ട്രിവാൻഡ്രം വെച്ചിട്ട് കൊച്ചിയിൽ നിന്നിട്ട് ഒരു പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ താമസിച്ച സ്ഥലത്തുനിന്ന്, പിന്നെ ആഴ്ചക്ക് 2 ദിവസം ട്രിവാൻഡ്രം പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ലണ്ടൻ എന്റെ അവിടുന്ന് അടുത്താണ്. അപ്പൊ അവിടെ ആഴ്ചക്ക് 2 ദിവസം ലണ്ടനിൽ എന്റെ കൺസൾട്ടിങ് റൂം ഉണ്ട്. ബാക്കിയുള്ള ദിവസം ഇവിടുന്നുണ്ട്. പിന്നെ ആഴ്ചക്ക് ഒരിക്കൽ മാസത്തിന് ഒരിക്കൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഓക്സ്ഫോർഡില് അവിടെ ഒരു കൺസൾട്ടിങ് റൂം മാസത്തിന് ഒരിക്കൽ അവിടെ ഉണ്ട്. അവിടെ UK നേറ്റീവ്സ് അങ്ങനെ ഉള്ളവരും വരും? അതേ മലയാളീസ് ആണോ കൂടുതലും വരിക? അല്ല, ഇന്ത്യൻ കമ്മ്യൂണിറ്റീസും ഉണ്ട്, ഇവിടത്തെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരു സംശയം, പേടി എന്നൊക്കെ വെച്ചിട്ട് വരും. മാത്രമല്ല ഇവിടുത്തെ പേഷ്യൻസ് കണ്ടിന്യൂറ്റി കാണിക്കില്ല. പിന്നെ നമ്മൾ ഇന്ത്യൻസിന് പറയില്ല, ഒരു ലോയൽ പേഷ്യൻസ് ആണ്. കുടുംബത്തിൽ ഒരാളെ മാറ്റിയാൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ വരുന്നു. അങ്ങനെ ഞാൻ അത്ര കാണാറില്ല. പിന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സ് മതിയായി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കേസ് വരുമ്പോ അങ്ങനത്തെ ഫോറിൻ ക്രൗഡ് നമ്മളുടെ അടുത്ത് വരാറുണ്ട്. അപ്പൊ പക്ഷെ മാക്സിമം നമ്മളുടെ ഇന്ത്യൻ എല്ലാം, ഓൾ ടൈപ്സ് ഓഫ് ഇന്ത്യൻസ് ആർ ദേർ. അത് ഈ മൈൻഡ് സിംറ്റംസ് അല്ലെ മെന്റൽ കംപ്ലൈൻസുമായിട്ട് അങ്ങനെ കൂടുതൽ പേഷ്യൻസ് വരാറുണ്ടോ? അതേ ഏതാണ് അവിടെ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന കേസുകൾ? അല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ്, എന്റെ ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ, നമുക്ക് ഉള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ മെഡിക്കൽ സിസ്റ്റം ഈസ് ഫ്രീ ഇൻ ദിസ് കൺട്രി. ഇപ്പൊ നമ്മളൊരു ഫാമിലി ആയിട്ട് ഇവിടെ താമസിക്കുമ്പോൾ ഇവിടെ അടുത്തുള്ള മെഡിക്കൽ സെന്ററിൽ രജിസ്റ്റർ ചെയ്യണം. ഇന്ന് ഞാനും എന്റെ ഫാമിലി ഇവിടെ താമസിക്കുന്നുണ്ട്, ഞങ്ങൾ 4 പേര് 5 പേരുണ്ട് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ എന്ത് അസുഖം വന്നാലും നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ ലോക്കൽ ഡോക്ടറെ കാണിക്കണം. അവര് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തരും. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. Of course, നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട, ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി, ബട്ട് യു ഡോണ്ട് ഹാവ് ടു പേ. അണ്ടർ 18 ഉള്ള കുട്ടികൾക്കൊക്കെ മെഡിസിൻസ് ഫ്രീ ആണ്. അബവ് 70 ഉള്ളവർക്കും മെഡിസിൻസ് ഫ്രീ ആണ്. അപ്പോ പിന്നെ ഡോക്ടർ കൺസൾട്ടിങ് ഫീസ് കൊടുക്കണ ആവശ്യമില്ല. ഈ ചെറിയ അസുഖങ്ങളൊക്കെ ഡോക്ടറിന് ഫോൺ ചെയ്യുക, അവിടെ പോവാൻ മരുന്ന് മേടിക്കുക, കഴിക്കുക. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ്, നമ്മൾക്ക് whatever alternative therapy ഉള്ള പ്രാക്ടീസിങ് ഡോക്ടേഴ്സിന് ഈ പറയുന്ന പോലെ നമ്മളുടെ നാട്ടില് മുംബൈയിലും കേരളയിലും ഒക്കെ തൊട്ടനും പിടിച്ചനും ഹോമിയോപാത്സിന്റെ അടുത്ത് ഓടാറുണ്ട്. ഞാൻ അച്ഛന്റെ കൂടെ ഇരിക്കുമ്പോഴും ഇഷ്ടം പോലെ പേഷ്യൻസ്. അപ്പൊ ആ രീതിയിലുള്ള പേഷ്യൻസ് നമ്മളുടെ അടുത്ത് വരില്ല.
because they have to pay me. Why will they pay me? കാരണം അവർക്ക് ഫ്രീ ആയിട്ട് അടുത്തുള്ള ഡോക്ടറിൽ നിന്ന് കിട്ടുമ്പോൾ പേ ചെയ്തിട്ട് എന്തിനാ അവർ മരുന്ന് മേടിക്കും? അപ്പം അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ചുമ 10 പ്രാവശ്യം ആ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഫ്രീയിൽ കിട്ടുന്ന മരുന്ന് കഴിച്ച് ചുമ മാറിയിട്ടില്ല എന്നുള്ളപ്പോഴാണ് അവർക്ക് തോന്നുക, ഓക്കെ, now let me go and try homeopathy. I'm ready to pay to. അപ്പൊ അങ്ങനെ നമ്മളുടെ അടുത്ത് ഫീസ് തന്നിട്ട് വരാൻ റെഡി ആവും അവര്. മാത്രമല്ല ഇവിടെ അവയർനെസ് ഇല്ല, അത്ര അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് പല പേർക്കും ഇപ്പോഴും അറിയില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ സ്കിൻ ഡിസീസിന് സ്റ്റിറോയിഡ്സും ആന്റിബയോട്ടിക്സും ഒന്നും യൂസ് ചെയ്യുന്ന ആവശ്യമില്ല. സ്ട്രേറ്റ് അവേ ഓൺ day 1 if I go to a homeopath I will be fine with the homeopathic medication. ഇതിന്റെ ഒരു അവയർനെസ് ഇന്നും ഇല്ല അവിടെ. നമ്മളുടെ ഇന്ത്യയിലൊക്കെ ഇന്നും ഇപ്പൊ ഈ പ്രാവശ്യം ഞാൻ മുംബൈ പോയപ്പോ അവിടെ കുറെ ഒക്കെ പേർക്ക് ലോക്കൽ ആൾക്കാർക്ക്, ഈ പച്ചക്കറി വിൽക്കുന്ന ആൾക്കാർക്കും കൂടെ ആ ഒരു ലോക്കൽ അവയർനെസ് ഉണ്ട്. 2 ദിവസത്തെ ചുമയാണ് വല്ല അലോപ്പത്തിക് മരുന്ന് കഴിക്കാം. പ്രശ്നമാണ്. ആ ഒരു പബ്ലിക് അവയർനെസ് ഉണ്ടാവണം. എന്റെ അസുഖം ഇന്ന് ഡോക്ടറിന്റെ അടുത്ത് പോയാൽ മാറിക്കൊള്ളും. ഇത് എല്ലാവരുടെയും പോയി വട്ടത്തിരിഞ്ഞ് ടയേർഡ് ആയിട്ടാണ് നമ്മളുടെ അടുത്ത് വരിക. സോ ദാറ്റ് ഡിഫറൻസ് ഇസ് ദയർ. ഓക്കെ പത്മപ്രിയ ഡോക്ടർ, ഒരു സംശയം നമ്മളെ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. നേട്രമുറോ ഒരു കേസിൽ ആക്നി കേസിൽ സെലക്ട് ചെയ്തല്ലോ, അതിന്റെ റൂബ്രിക് എന്തായിരുന്നു ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. കേൾക്കാമോ? Delusion breached. ഒരു മിനിറ്റ് ഞാൻ എടുത്തിട്ട് പറയാം. Breached while looking into the mirror. ഞാൻ അതിന്റെ എക്സാക്ട് ഒരു മിനിറ്റ്. കേക്കുണ്ടോ? Am I clear? നേരത്തെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇപ്പൊ കറക്റ്റ് ആയി ഡോക്ടറെ. ഹലോ കേൾക്കാം ഡോക്ടറെ, ഇപ്പൊ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. റേഞ്ച് പ്രശ്നം ഉണ്ടായിരുന്നു, ഡോക്ടർ ഔട്ടായെന്നാ തോന്നുന്നത്. പത്മപ്രിയ ഡോക്ടറുടെ നെറ്റിന് പ്രശ്നമായി ഔട്ടായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാണുന്നില്ല ആളിനെ. അപ്പോ ഇനിയിപ്പോ ആ സംശയം നമുക്ക് ഇനി പത്മപ്രിയ ഡോക്ടറെ കാണുമ്പോ ചോദിക്കാം ഒന്നുകൂടി. ഡോക്ടറുടെ നെറ്റിൽ പ്രോബ്ലം ആണ്. അപ്പൊ എന്തായാലും നമ്മളെ സമയം ഏകദേശം ആയി കഴിഞ്ഞു. പത്മപ്രിയ ഡോക്ടർ വളരെ നല്ല ഒരു ക്ലാസ്, വ്യത്യസ്തമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഡോക്ടർ എത്തിയതും നമുക്ക് വ്യത്യസ്തമായ അറിവുകളാണ് ഇന്ന് പത്മപ്രിയ ഡോക്ടർ പങ്കുവച്ചത്. പത്മപ്രിയ ഡോക്ടർക്ക് ഇന്ന് വ്യത്യസ്തമായ ഒരു ക്ലാസ് എടുത്ത പത്മപ്രിയ ഡോക്ടർക്ക് IFPHന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരെയും പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വന്നില്ല, ഔട്ടായി പോയതാണ്. അപ്പോ ഇന്ന് ഈ 1245 ദിവസം ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും സ്റ്റുഡൻസിനും നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാള സെഷൻ പ്രോഗ്രാം കൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാഡം.